ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടത് നിങ്ങളെല്ലാം മടിയാണ് മെയിനായിട്ട്. സൗണ്ട് വരെ എതിരാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ കണ്ടൻറ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ഈവൻ നമ്മൾ മെയിൻ കണ്ടൻറ് നമ്മളുടെ ബുദ്ധിയെ കുറിക്കുന്നത് ടോയ്ലറ്റിൽ നിന്ന് വരെ ചിന്തിച്ചു. പക്ഷെ നടക്കുന്നില്ല. ആക്ച്വലി ഞാൻ ഇവിടെ താമസിക്കുന്നത് അബുദാബിയിലാണ്. എൻ്റെ വീട് വരുന്നത് കേരളത്തിലാണ്. ഞാൻ കേരളം എന്ന് പറയാൻ കാരണം ഇവിടെ UAE വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എവിടെയാണ് നിൻ്റെ രാജ്യം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്താണ് കേരള എന്ന് വിളിച്ചത്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അലമ്പാണെന്ന് തോന്നുന്നു. എന്നാലും ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ഹോം ടൂർ ഞാൻ പിന്നെ ചെയ്യാം. കാരണം ഞാനിവിടെ താമസിക്കുന്നത് ഒരു വില്ല അപ്പാർട്ട്മെൻറ്റിലാണ്. പിന്നെ നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാനിപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പോകുന്ന വഴികൾ, ഞാൻ പോകുന്ന കടകൾ, ഇതൊക്കെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ലുക്ക് കണ്ടിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഒന്നുമില്ല എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോൾ ഊട്ടിയിൽ പോകുമ്പോഴത്തേക്കും ഈ ക്യാരറ്റ് കച്ചവടമൊക്കെ നിൽക്കാറില്ല, അതുപോലത്തെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് ലോവറാണ്, തണുണ്ട്. ബെറ്റർ സേഫ്റ്റി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വേറെ ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് വെള്ളം കളയും. വിൻ്ററാണെന്നാണ് പറയുന്നത്. പക്ഷേ പകൽ സമയത്തൊക്കെ 30 ഡിഗ്രി 29 ഡിഗ്രിയൊക്കെ കാണുന്നു. എന്നിട്ട് ആൾക്കാർ പറയും വിൻ്ററാണ്. പക്ഷേ രാത്രി നല്ല തണുപ്പാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുറം കാഴ്ചകളിലേക്ക് കാണാം. ഞാൻ തലയത്ത് തൊപ്പിയങ്ങ് മാറ്റി പുറത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിൻ്ററാണെന്ന്. കുറച്ച് വിൻ്റർ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ആ തൊപ്പിയങ്ങ് മാറ്റി. ഞാനിപ്പോൾ എൻ്റെ വില്ലയുടെ പുറത്തോളം ഇറങ്ങിയേക്കാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ താമസിക്കുന്ന സ്ഥലവും സ്ഥലത്തിൻ്റെ പരിസരവും. ഓക്കെ, അതന്നെ കണ്ടോ, ഇതാണ് വിൻ്റർ. സൂര്യൻ എൻ്റെ മൂക്കിൻ തുമ്പത്തെത്തിയുണ്ട്. എന്നിട്ട് ഇവിടെ പറയും വിൻ്ററാണ്. നല്ല ഭംഗിയുള്ള ക്ലീനുള്ള റോഡുകളാണ്. പൂച്ചകളൊക്കെ കണ്ടില്ലേ, ജമണ്ടം പൂച്ച. എൻ്റെ പൂച്ച ആളെ കാണാത്ത പോലെയാണോ വരുന്നത് മേത്തോട്ട്. നാട്ടിലൊരു അത് പറഞ്ഞപ്പോഴാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തല്ല, ചിലവർ പറയും തേങ്ങമരം, പിന്നെന്താ പേരക്കമരം, ചക്കമരം, അങ്ങനത്തെ മരമൊക്കെ എന്ന് പറയും. അതുപോലത്തെ അവസ്ഥയാണ്. ആ ടൈംസ് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. എല്ലാം ശാന്തമാണ്. ഇത് കണ്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്ന കുറേ പറമ്പുകൾ. ഇവിടെയൊക്കെ ഇനിയിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ആക്ച്വലി ഞാൻ താമസിക്കുന്ന ഒരു വില്ല ഏരിയ ആണ്. അതായത് മുഹമ്മദ് ബിൻ സായിദ് സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. സിറ്റി ഏരിയ അപ്പുറത്തുണ്ട്. ഇത് ഒരു വില്ല ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അറബികളും അങ്ങനത്തെ ആൾക്കാരും താമസിക്കുന്നതാണ്. ഇൻ ബിറ്റ്വീൻ അറബികൾ പോയി കഴിഞ്ഞ് വീട് വേക്കൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ആ വീടുകൾ നമ്മളെ പോലെ ഇന്ത്യക്കാർക്കൊക്കെ താമസിക്കാൻ കൊടുക്കും. പാർട്ടീഷനാക്കിയിട്ട് വില്ല സെറ്റപ്പ് 1 BHK അങ്ങനെ. ഇപ്പോൾ അതിലൊരു വില്ല സെറ്റപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. കൊള്ളാം, നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശാന്തതയാണ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം പാർക്കിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു പാർക്കിംഗ് കിട്ടും, പക്ഷെ കാറില്ല. എനിക്ക് ഏകദേശം ഒരു
8-9 മിനിറ്റോളം ബസ് സ്റ്റോപ്പിൽ നടക്കാനുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് എടുത്തില്ല. കുറച്ച് നടന്നു പോകാൻ ഓർത്ത്. നടന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തിന് നല്ലതാണല്ലോ, അപ്പം അങ്ങനെ നടന്നു പോകാൻ ഓർത്തു. ഞാൻ വേറൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഇതുണ്ടോ ഗൈസ്, ഇവിടുത്തെ പുല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഈ പുല്ലുകൾ ശ്രദ്ധിച്ചു, ഈ പുല്ലുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ട് കാണും. നാട്ടിലൊക്കെ സ്ഥിരം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടാവും ഈ പുല്ല്. എൻ്റെ അമ്മൂസൻ്റെ ഞാൻ കരിഞ്ഞിരിക്കുന്നു. ഇച്ചിരി വെളുത്ത് വന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പുല്ലുണ്ടല്ലോ നാട്ടിൽ നമ്മൾ എന്താ പറയുക, ഈ പറമ്പുകളിലും ഈ നമ്മൾ കളിസ്ഥലത്തും വെറുതെ ഉപയോഗിക്കാത്ത പറമ്പുകളിലൊക്കെ പോയി കഴിയുമ്പോൾ കുറേ ഒരാളുണ്ട്. അതുകൊണ്ട് ഒരു ചമ്മൽ വരും സംസാരിക്കാം. വെയിറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പോയല്ലോ ഫ്ലോ പോയി. ഈ നാട്ടിൽ ഒഴിഞ്ഞിടക്കുന്ന പറമ്പും കാട്ടും പ്രദേശമൊക്കെ കണ്ടാവില്ല, അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഈ പുല്ലുകൾ വളർന്നിരിക്കുന്നത്. ആ പുല്ലുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ഡിസൈൻ രീതിയിലാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര രസമാണ്. ഇവരെയൊക്കെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാലല്ലോ വേറെ ലെവലാണ്. കണ്ടോ നോക്കി, എന്താ ഭംഗി. ഈ നാട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ചെറുപ്പത്തിലൊക്കെ വാളും പരിചയം കളിക്കാൻ വേണ്ടിയിട്ട് വടിയെടുത്തിട്ട് ഈ പുല്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയില്ല, അതുപോലത്തെ പുല്ലാണ്. എന്ത് പുല്ലാണ് നിങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കണ്ട, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതുപോലെ തന്നെ വേറൊരു ചെടിയാണ്. അതും നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. അത് ഈ എൻ്റെ വീടെന്ന് പറയുന്നത് വൈപ്പിൻ എന്ന് പറയുന്ന ഭാഗത്താണ്. ഉപ്പ് പ്രദേശങ്ങളിൽ മെയിനായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. ഉപ്പ് പ്രദേശം തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ഉപ്പ് മണ്ണിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ചെടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇവർ എന്താ പറയുക, നല്ല ഒരു ഡിസൈനാക്കി എടുത്തേ. ഇത് കണ്ടില്ലേ, കാണിച്ചു തരാം. ഈ ചെടി, ഈ ചെടിയൊക്കെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, തൊട്ട് ഒന്നിങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാലൊക്കെ ഒടുക്കത്തെ സ്മെല്ലും ഒടുക്കത്തെ മണം. പക്ഷേ ഇതൊക്കെ ഇവർ നല്ല സെറ്റപ്പാക്കി വളർത്തിയെടുത്തേക്കും. ഞാനിപ്പോൾ ഏകദേശം റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇവിടെ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അബുദാബിയുടെ, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സംഭവം നൈസാണ് ഗൈസ്. കാരണം നമ്മൾക്ക് റീചാർജിങ് കാർഡ് പോലത്തെ ഒരു ഹഫിലത്ത് കാർഡ് കിട്ടും. ഹഫിലത്ത് എന്ന് പറയുന്നത് ആ കാർഡിൽ നമുക്ക് എമൗണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ടാപ്പിംഗ് ഉണ്ട്. ആ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ ടിക്കറ്റ് എടുക്കും. വേറെ കണ്ടക്ടറോ കിളിയോ കാര്യങ്ങളൊന്നുമില്ല. ബസ്സിലാകെ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ആ ബസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വിശാലമായ സ്പേസ്. ഇതുപോലെ ഓരോ ബസ് സ്റ്റോപ്പിലും ഇങ്ങനെ ഈ കാണുന്ന പോലെ ഇത് കണ്ടില്ലേ, ഒരു സൈൻ ബോർഡുകളുണ്ടാവും. ഓരോ നമ്പർ മെൻഷൻ ചെയ്തേക്കണം, കണ്ടില്ലേ. ആ നമ്പറാണ് ഓരോ ബസ്സിൻ്റെ ഓരോ റൂട്ടിലോട്ട് പോകുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ പബ്ലിക് ടാക്സിയാണ്, അബുദാബി ടാക്സി. ഇത് പെർ ട്രിപ്പ് മിനിമം എമൗണ്ട് ഒരു 12 ദിർഹം. 12 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടിലൊരു എന്താ പറയുക, ഒരു 250 ആ റേഞ്ച്. അതായത് ഒരു 4 കിലോമീറ്ററോളം നമുക്ക് അതിനകത്ത് പോകാം. പിന്നെ കുറേ ആപ്പുകളുണ്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലേസിൽ ബസ് സ്റ്റോപ്പിൻ്റെ പരിസരത്ത് ഒരു വലിയ പാർക്കുണ്ട് കേട്ടോ. ഇത് സൂപ്പർ പാർക്കാണ്. നമുക്കിവിടെ ബാർബിക്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം. പിന്നെ നമുക്ക് ബസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചാർട്ട് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഫോണിൽ മാപ്പ് എടുക്കുക. മാപ്പിൽ നമ്മളുടെ ബസ്സിൻ്റെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ അവിടുത്തെ ലൊക്കേഷനിൽ ബസ് സ്റ്റോപ്പ് കാണിക്കും. ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഉള്ള ബസ് നമ്പർ വെച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വിത്ത് ടൈം കിട്ടും.
ഇങ്ങനെയാണ് നമ്മളിവിടെ എടുക്കുന്ന ബസ്. എടുക്കുന്നതല്ല, നമ്മൾ ബസ്സിൻ്റെ ടൈം നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഞാൻ ഇവിടെ താമസിക്കുന്നതും ജീവിക്കുന്നത്. ഇപ്പോൾ ഇതേ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടില്ലേ, അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് വന്നിപ്പുണ്ട്, കണ്ടോ? ഇതാണ് ഇവിടുത്തെ അബുദാബി ബസ്. ഇതിങ്ങനെ സ്റ്റോപ്പിൽ വരും, ആകെ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്, അതൊക്കെ ക്ഷമിക്കണേ. ആദ്യത്തെ വീഡിയോ കണ്ടാണ്, പിന്നീട് നമുക്ക് ശ്രമിക്കാം തിരുത്താൻ വേണ്ടി. നിങ്ങൾ ഈ സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ പറമ്പായിരുന്നു ഇത് ഞാൻ വരുമ്പോൾ. ഓക്കെ, പിന്നെ അവർ റെഡിയാക്കിയിട്ട് ഇതുപോലത്തെ വലിയ സെറ്റപ്പ് പാർക്കൊക്കെ ആക്കി മാറ്റി. ഇത് നോക്കി, ഇത് കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറ്റാൻ ഇവർക്ക് 1 വർഷം എടുത്തുള്ളൂ. 1 വർഷം, ജസ്റ്റ് 1 വർഷം. എന്താല്ലേ, നല്ല ഉള്ളിലത്തെ പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. പക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകും, കാരണം 1 വർഷം കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പറ്റുമോ? പറ്റും കേസ്, പറ്റും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ബസ്സിന് വെയിറ്റ് ചെയ്യട്ടെ, വീട്ടിലോട്ടൊക്കെ വിളിക്കട്ടെ. ബസ്സിൽ കയറി അവിടെ ഇറങ്ങുമ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ബസ്സിലോട്ട് കയറി ഒരു സീറ്റ് കിട്ടി. ബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ സീറ്റുകൾ വേക്കൻ്റ് ആണ്. കാരണം ഇത് എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് മുമ്പുള്ള സ്റ്റോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബട്ടൺ കാണുന്നില്ലേ, ഇതാണ് സ്റ്റോപ്പ് ബട്ടൺ. ഇത് ഇൻ കേസ് ഡ്രൈവർ നിർത്തിയില്ലെങ്കിൽ നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഒരു സൈറൻ പോലെ വീഴും ഫ്രണ്ടിൽ. അപ്പോൾ പുള്ളിക്ക് അവെയറാവും അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങാനുണ്ടാവും. അപ്പോൾ ഞാനിനി അടുത്ത സ്റ്റോപ്പിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. പിന്നെ നിങ്ങൾ ആ ഫ്രണ്ടിലൊരു ചെറിയ സ്ക്രീനും അതിൻ്റെ താഴെ ഒരു ചെറിയ ഇതും കാണുന്നില്ല, ഇതാണ് ഹാഫിലത്ത് കാർഡ്. നേരത്തെ പറഞ്ഞില്ലേ, ഈ കാർഡ് ആ ചെറിയ മിഷ്യത്തിൽ അവിടെ സ്വൈപ്പ് ചെയ്യല്ല, ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അത് പൈസ കട്ടാവും. ഞാനപ്പോൾ ഇറങ്ങുവാണ്. ഇതാണ് സിറ്റി ഏരിയ എന്ന് പറയുന്നത്. സിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു ചെറിയ വില്ല സെറ്റപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ സിറ്റി സൈഡിലോട്ട് വന്നു. ബസ് അപ്പോൾ നേരെ അങ്ങ് അബുദാബി സൈഡിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് സിറ്റി ഏരിയ. ഇത് കണ്ടില്ലേ ഗൈസ്, മൊത്തം മഞ്ഞ ബസ്സുള്ള ഏരിയ ശ്രദ്ധിച്ചായിരുന്നു. ഫുള്ള് സ്കൂൾ ബസ്സുകളാണ് ഇവിടെ. ഗവൺമെൻറ് സ്കൂൾ ബസ്സുകളുണ്ട്, അതിനെ അലോട്ട് ചെയ്ത സ്പേസാണ്. ഒരു 19 ബസ്സെങ്കിലും മിനിമം ഉണ്ടാവും ഈ പാർക്കിന്. നമ്മളിപ്പോൾ സിറ്റി ഏരിയയിലോട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ബസ് എല്ലാ സ്ഥലത്തും സീബ്ര ക്രോസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാണോ സിറ്റിയെന്ന്. ഇത് ഒരു സിറ്റിയാണ്, പക്ഷേ മെയിൻ അബുദാബി സിറ്റിയൊക്കെ ഇച്ചിരി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇതൊക്കെ കണ്ടില്ലേ, നിങ്ങൾ ബിൽഡിങ്ങിൻ്റെ സൈസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരേ സൈസാണ്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലോട്ട് ഇവിടെ അലൗഡല്ല എന്നാണ് എൻ്റെ അറിവ്. ഇതൊക്കെ ഇതുപോലത്തെ കാർ പാർക്കിംഗ് സ്ലോട്ടുകളാണ്, ഇഷ്ടംപോലെ സ്ലോട്ടുകൾ കിടക്കുന്നുണ്ടില്ലേ. ഓരോരുത്തർ ഇന്ന് കട തുറന്നു വരുന്നേ ഉള്ളൂ, ഞായറാഴ്ച ചെയ്തുകൊണ്ടേ. പിന്നൊരു സംഭവം കാണിച്ചു തരാവേ. സംഭവമല്ല, ഇത് കണ്ടില്ലേ, TK കഫേ. ഇവിടെ ഞങ്ങൾ UAE കാലുകുത്തിയപ്പോൾ നമുക്ക് ഒരു ഫുഡിൻ്റെ ഒരു ആശ്രമമായിട്ട് നിന്ന ഒരു കടയാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 1 ദിർഹം 2 ദിർഹം, പിന്നെ നമുക്കുള്ള രീതിയിലുള്ള ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇന്ന് തരുമായിരുന്നു. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ കൺവെർട്ട് ചെയ്യുള്ളൂ എല്ലാ പൈസയും, അതായത് ദിർഹത്തിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസിലോട്ട്. അപ്പോൾ ആ ഒരു പേടിയുള്ളതുകൊണ്ട് അവർക്കത് മനസ്സിലായി, നമുക്കതിനനുസരിച്ചുള്ള ഫുഡാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കൺവെർഷൻ ഭയം നമ്മൾ ഒഴിവാക്കി തന്നൊരു കടയാണ്. പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം സംസാരിക്കാം. ഇനി നമുക്കൊന്ന് നമ്മളുടെ സിറ്റി ഏരിയ ഒന്ന് കാണാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിറച്ചും ബിൽഡിങ്ങുകളാണ്, ഒരേ സൈസുള്ള ബിൽഡിങ്ങുകൾ. ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു അവിടെ ഇവിടെ ഉള്ള പാർക്കിംഗ് സ്ലോട്ടുകളിൽ.
ചുറ്റിനും പല പല ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ബാർബർ ഷോപ്പുകൾ, ബക്കാലകൾ, ഫ്രൂട്ട് ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ പല ഷോപ്പുകളും ഇവിടെ ലൊക്കേറ്റഡ് ആണ്. നമുക്കിപ്പോൾ വില്ല സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ മെയിൻ ആശ്രയം. നമുക്ക് സാധനങ്ങളും കാര്യങ്ങളും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലോട്ട് വരണം. പിന്നെ കുറേ ഡെലിവറി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബക്കാല എന്ന് പറഞ്ഞാൽ പീഡിയയിൽ നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വരുത്തിക്കാം. പല സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സൂര്യനാണ്. ഞാനിപ്പോൾ വേറെ വസ്തു കൂടിയൊക്കെ ഒന്ന് നടന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇതും ഒരു ചെറിയ ചെറിയ ഏരിയയാണ്, നിറച്ചും ബിൽഡിംഗ് ആണ്. ഇവിടെയും പതിവ് പോലെ കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിറ്റി സൈഡിലാകെയുള്ള പ്രശ്നം നിറയെ പാർക്കിംഗ് സ്ലോട്ടുകളെല്ലാം ഫില്ലായിക്കൊള്ളും. വൈകിട്ടൊക്കെ ആകുമ്പോൾ മത്സരമാണ് ഓരോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓരോരുത്തർക്ക് പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറകെ ആൾക്കാർ വന്ന് ക്യൂ അടിച്ച് നിൽക്കുന്നത്, അതായത് ട്രെയിൻ പോലെ നിൽക്കും. ബാക്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ആരെടുക്കുന്നു അപ്പം കയറാൻ വേണ്ടി. ഇത് വൈകിട്ട് ഒരു മത്സരമായിട്ട് തന്നെ കാണണം. പിന്നെ രാവിലെ ആയതുകൊണ്ട് സ്ട്രീറ്റൊക്കെ ഭയങ്കര സൈലന്റ് ആണ്. എല്ലാവരും പതിയെ അവരുടെ ഡെയിലി റൂട്ടീനിലോട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ വിശേഷം ഞാൻ പിന്നീട് സംസാരിക്കാം. എൻ്റെ വീടിൻ്റെ ഭാഗത്തെത്തുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരുണ്ട് കൂടെ. ഇവരാണ് എൻ്റെ വർക്ക് പ്ലേസിൽ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ ബോക്സുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതൊരു പ്രത്യേകതരം മാന്ത്രിക പെട്ടിയാണ്. മാന്ത്രിക പെട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെൽപ്പിംഗ് ചാരിറ്റി ബോക്സ് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളുടെ ഓഫീസ് റൂമിലോട്ട്, ഓഫീസിന് അക്കോമഡേഷൻ ഉണ്ട്. ആ അക്കോമഡേഷൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ 6th ഫ്ലോറിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പതിയെ നടക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ബോർഡ് കണ്ടില്ലേ, സ്റ്റാർ ലോണ്ടറി. ഇവിടെ ഇഷ്ടംപോലെ ലോണ്ടറി ഷോപ്പ് ഉണ്ട്. ഇതുപോലെ കൂടുതലും അറബികളും അങ്ങനത്തെ ആൾക്കാരും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാനും വാഷ് ചെയ്യാനും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഇതുപോലത്തെ ഇഷ്ടംപോലെ നിരവധി ഷോപ്പുകളുണ്ട്. ഇതുപോലത്തെ കൂടുതലും ഇവർ ഇങ്ങനത്തെ സ്ഥാപനങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഗ്യാപ്പുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് തന്നെ കണ്ടില്ലേ, വളരെ പരിമിതമാണ്. പിന്നെ യെല്ലോ കളർ ഒരു ബോർഡ് കണ്ടോ, ഇത് സിറ്റി ഗ്യാസ് ആണ്. ഇവിടെ ഓരോ ബിൽഡിങ്ങിനും ഗ്യാസ് കണക്ഷൻ സെപ്പറേറ്റ് തന്നെ ഉണ്ട്. നമുക്ക് സിലിണ്ടറും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല ബിൽഡിംഗ്. ഇതുപോലത്തെ കണക്ഷൻസ് ആണ്. വളരെ ചെറിയ പൈസയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെന്താ, കുറേ കാറുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അന്തരീക്ഷം വളരെ അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ പതിയെ നമ്മളുടെ റൂമിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ മുമ്പ് പോർഷനിൽ കാണിച്ചെന്ന് നമ്മളുടെ TK കഫേ, നമ്മളുടെ സ്വർഗം. ഈവൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഓഫീസ് അക്കോമഡേഷൻ്റെ എൻട്രൻസ്. പതിയെ നമ്മൾ കയറുന്നു. സൈഡിൽ കണ്ടില്ലേ, സൈക്കിളൊക്കെ കയറ്റാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു വാക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോർമലി അതിലെ കൂടിയാണ് കയറുന്നത്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ലിഫ്റ്റ് പിടിക്കാം. 4th ഫ്ലോറിലാണ്. അവരും ഉണ്ട് കൂടെ. ഞങ്ങളിങ്ങനെ നടന്നല്ല ലിഫ്റ്റിൽ കയറി പതിയെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്ക് കൗണ്ടർ അടിയൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. എന്നെയും കൂടി ഒന്ന് കാണിച്ചേക്കാം. പതിയെ 4th ഫ്ലോറിലെത്തി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ തുറന്നു. പതിയെ ഉള്ളിലേക്ക് കയറുന്നു. ഡോറ് സാധാരണ അക്കോമഡേഷൻ ഓഫീസിൻ്റെ ആയതുകൊണ്ട് തുറന്നിടാറാണ് പതിവ്. കയറുമ്പോൾ തന്നെ കുറേ ആലങ്കാരികമായ വസ്തുക്കൾ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കാണാം. സർപ്രൈസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ വാതിൽ തുറക്കുമ്പോൾ. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ ഒരു സൂത്രം കാണിച്ചു തരാം. സിറ്റി ടു MBZ ഏരിയ, അതായത് വില്ല ഏരിയ സെറ്റപ്പ് നോക്കിയേ. കണ്ടോ, ഈ ഭാഗം ഒരു വില്ല റെസിഡൻഷ്യൽ ഏരിയ സെറ്റപ്പ്. ഇത് നോക്കിയേ, സിറ്റി ഏരിയ. ഇങ്ങനെയാണ് സംഭവം. എൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്ന ഭാഗങ്ങളാണ്. ഞാനിവിടെ ഫ്രണ്ട്സും അങ്ങനെ ഷോപ്സൊക്കെ ഉള്ളത് ഈ സിറ്റി ഏരിയയാണ്. ഇത് ഷാബിയ എന്ന് പറയും. ഇതാണ് നമ്മളുടെ പ്ലേസും കാര്യങ്ങളും. പിന്നെ
ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മളുടെ ഈ റോഡും പരിസരമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. 4 ലൈൻസ് 6 ലൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വാക്ക് വേ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടികളൊക്കെ വരുന്ന സ്പീഡ് കണ്ടില്ലേ, ഓരോ ലൈനും കറക്റ്റ് പ്രോപ്പറായിട്ടാണ് എല്ലാവരും വരുന്നത്. വലിയ വലിയ പാർക്കിങ്ങുകൾ, ബിൽഡിങ്ങുകൾ എല്ലാം ഉണ്ട്. ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ ഉണ്ടോ. അതുകൊണ്ട് സീബ്ര ലൈൻസും പ്രോപ്പർ സിഗ്നൽസും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ക്യാമറകളൊക്കെ കണ്ടില്ലേ, എല്ലാ പോസ്റ്റുകളിലും ക്യാമറയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ചിലവരൊക്കെ ക്രോസ് ചെയ്ത് പോകാറുണ്ട്, അവർക്കൊക്കെ നല്ല ഫൈൻ കിട്ടും. കാരണം ഇവിടെ CID ഇഷ്ടം പോലെയുണ്ട്. CID എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ കാണുന്ന പോലെ അങ്ങനെയല്ല. അറബി വേഷത്തിലോ മഫ്തിയിലോ ചിലപ്പോൾ കുതിരപ്പുറത്തൊക്കെ ഞാൻ പോരുന്നത് കണ്ടിട്ടുണ്ട്. വന്നിട്ട് നൈസായിട്ട് നമ്മളുടെ ID ചോദിക്കും, ചെറുതായിട്ടൊരു ഫൈൻ ഇട്ട് തരും. 400 ദർഹമൊക്കെ ഫൈൻ ഇട്ട് തരും. ഒരു 90 രൂപയൊക്കെ കിട്ടും ഒറ്റടി. നല്ല രസം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ വരും വീഡിയോയിലൊക്കെ പറയാം. പിന്നെ ആസ് യൂഷ്വൽ ഞാനിപ്പോൾ ഈ സ്റ്റോപ്പിൽ നിൽക്കുന്നു. സ്റ്റോപ്പിൽ ഇത് കണ്ടില്ലേ, ആരൊക്കെയോ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കസേരകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതാണ്, ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിന് യൂസ്ഫുള്ളാണ്. സൂക്ഷിച്ചിരിക്കണം, ചിലപ്പോൾ കാലൊടിഞ്ഞൊക്കെ ഉണ്ടാവും. ഇരുന്ന് കഴിഞ്ഞാൽ കുണ്ടിയും തള്ളി വീഴും. ഇതാണ് ഇവിടുത്തെ നല്ല വിൻ്റർ സീസൺ എന്ന് പറയുന്നു. പക്ഷെ നല്ല വെയിലാണ്, ഒരു വെയിലാണ്. ഇത് കണ്ടില്ലേ, ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അബുദാബിനെ സംബന്ധിച്ച് നമുക്ക് മഴകളൊന്നും കിട്ടാറില്ല. അങ്ങനെ ദുബായ്, റാസൽ ഖൈമ അങ്ങനത്തെ സൈഡുകളിലാണ് കൂടുതലും മഴയും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ മഴയുടെ ഭാഗ്യമൊന്നും അധികം വരാറില്ല. ക്ലൗഡ്സ് ഒക്കെ വരും, പക്ഷേ പോവും. വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നേ, ഞാനിവിടെ ആദ്യം UAE വന്നപ്പോഴത്തേക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് ഫുള്ള് മരുഭൂമിയായിരിക്കും. മരുഭൂമി ഉണ്ട്, ഓഫ് കോഴ്സ്, ഞാൻ കാണാത്തതായിരിക്കും. പക്ഷേ ഞാനും മനസ്സിലാക്കി വിചാരിച്ചുകൊണ്ടിരുന്നത് മരുഭൂമിയിൽ നല്ല സ്വർണ്ണമല്ലല്ലോ, ഒരു ബ്രൗൺ കളർ ഫീലുള്ള മണ്ണായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ ഏരിയയാണ്. കോസ്റ്റൽ ഏരിയയുടെ സൈഡിൽ കാണുന്ന അതേ ഒരു മണ്ണ് പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ജസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മണ്ണാണ് ഇവിടെ ഞാൻ ഫീൽ ചെയ്യുന്നത്. ഒരു മരുഭൂമിയോ അങ്ങനെ അതായത് ഫുള്ള് മരുഭൂമിയായിട്ടുള്ളൊരു ഫീലോ അങ്ങനത്തെ ഒന്നുമില്ല. നോർമൽ നമ്മളുടെ നാട്ടിലത്തെ ഒരു ഫീലാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ UAE കൺട്രി അറിയാമല്ലോ, കേരളക്കാർക്ക് സംബന്ധിച്ചൊരു ഹോം പ്ലേസാണ്. സെക്കൻഡ് ഹോം എന്ന് പറയും, അതുപോലത്തെ ഒരു പ്ലേസാണ്. എല്ലാവരും വിചാരിക്കും UAE മരങ്ങളില്ല, ചെടികളില്ല. പക്ഷേ കൂടുതലും ഇവിടെയാണെന്നാണ് എൻ്റെ ഒരിത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ വെട്ടി കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവരുടെ ഗവൺമെൻറ് ഇതെല്ലാം നട്ട് പരിപാലിപ്പിക്കുക അങ്ങനെ എന്തോ സാധനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്. ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വലിയ കോമ്പൗണ്ടും വലിയ വീടുമാണ്. എല്ലാ വീടും എന്ന് പറയുന്നത് ഒരു രാജകീയ സ്റ്റൈലാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു നാട്ടിലെ പോലെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു വലിയൊരു വീട്, വലിയൊരു സൗകര്യം, അങ്ങനത്തെ ഒരു സെറ്റ് കൊള്ളാം. പിന്നെ ഓരോ വീടുകളിലും നിറച്ചും കാറാണ്. കാർ മീൻസ് ഒരു 10 ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ 10 പേർക്കും 10 കാറാണ്, 10 ഡിഫറെൻറ്റ് കാർ. നമ്മൾ ഒരു കാറിലിട്ട് പല കളിക്കുമ്പോഴും ഇവിടെ ഇവർക്കൊരു ടോയ്സ് മേടിക്കുന്ന ഒരു ലാഘവമാണ് എല്ലാത്തിനും. ഓരോരുത്തർക്കും ഓരോ കാറാണ്. ഈ കാറുകളൊക്കെ തന്നെ കണ്ടില്ലേ, ലാൻഡ് ക്രൂസർ, റേഞ്ച് ഓവർ, ബെൻസ്, ഇതൊക്കെ തന്നെ കണ്ടില്ലേ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കിടക്കണം, നോക്കി ദൂരം കാറുകളാണ്. ഞാൻ കൂടുതൽ ക്ലോസപ്പായിട്ട് കാണിക്കാത്തത് ഓരോരുത്തരുടെ പ്രൈവസി ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ക്ലൈമറ്റ് നോക്കി,
നല്ല സൺലൈറ്റ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ്. നടക്കുവാണെങ്കിൽ തന്നെ വേർക്കുന്നില്ല. ജസ്റ്റ് നല്ല വെയിലുണ്ട്, അതായത് ചൂട് കൊള്ളുന്നുണ്ട്, പക്ഷെ വേർക്കുന്നില്ല. പക്ഷേ സമ്മർ സീസണൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ കഥയൊന്നുമല്ല. പിന്നെ ഒരു നല്ല വെയിൽ വരും, 45 ഡിഗ്രി എബോവ് വരും. പിന്നെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റിയാണ്. നമ്മൾ ജസ്റ്റ് വിറക്കുകയല്ല, നല്ല രീതിയിൽ വേർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യുഎഇത്തെ കാര്യങ്ങൾ. ഇതൊക്കെ മൊത്തം വില്ല സെറ്റപ്പാണ്. കൂടുതലും വില്ലകളാണ്, എല്ലാം അറബികളും അങ്ങനത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ മേഘം കാണാൻ? എന്താ രസം മേഘത്തിൻ്റെ സൺലൈറ്റിനെ. വേറൊരു സംഭവം ഉണ്ടേ, ഇത് കണ്ടായിരുന്നു? ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പാണ്. നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യാം നമുക്ക്. അത് ഒരു വീക്കിലി ഒരു എന്താ പറയുക, ഇത് വരും, ഒരു വണ്ടി വരും, എന്നിട്ട് അത് അവർ ഓട്ടോമാറ്റിക് പിക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. ഒരു വീക്കിലി ക്ലീനിങ് ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്. അവരങ്ങനെ ഫുള്ളായിട്ട് എടുത്തുകൊണ്ടു നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്തിടാം. ആർക്കും ഈ വഴിയിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിച്ചെറിയേണ്ട, കത്തിക്കേണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ടേ, നോക്കി, ഇത് കണ്ടോ? ഇത് സംഭവം എന്ന് വെച്ചാൽ തുറന്ന് കാണിക്കാം. സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, നമുക്ക് വേസ്റ്റ് ആവുന്ന ഡ്രസ്സുകൾ, അതൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ഡംപ് ചെയ്യാം. ഡ്രസ്സുകൾ മാത്രമല്ല, ഈ കാണുന്ന ഐറ്റംസ് കണ്ടില്ലേ, ഷൂ, ബാഗ്, ചെരുപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് കൊടുക്കാം. അവർ നല്ലതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേറെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് നല്ലൊരു സെറ്റപ്പാണ്. ഇത് ഈച്ച് ആൻഡ് എവരി കോർണറിലുണ്ട് ഇങ്ങനത്തെ സാധനം. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നാട്ടിൽ പഴയ ഉടുപ്പുകൾ നമ്മൾ അലമാരയിലും മറ്റ് കിറ്റുകളിലൊക്കെ നിറച്ച് വെക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് വേണ്ട. അതായത് വലുതാവും തോറും പഴയ ഉടുപ്പുകളൊക്കെ കെട്ടി വെക്കും, എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് വെക്കും. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടെ. ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ പെട്ടികളിൽ കൊണ്ട് ഇടുക. അവർ ഗവൺമെൻറ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നല്ല കാര്യമാണ്. അതായത് വീട്ടിൽ നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇങ്ങനെ നിറച്ച് വെക്കേണ്ട. എന്തായാലും ഓട്ടോമാറ്റിക് കുറച്ച് കളയുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോ ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലോ. പക്ഷേ ഈ ഗവൺമെൻറ് നല്ല രീതിയിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഫയറിൻ്റെ കാര്യം മീൻസ് നമുക്കിപ്പോൾ ഇൻ കേസ് ഫയർ വരുവാണെങ്കിൽ നമുക്ക് വാട്ടറൊക്കെ കണക്ട് ചെയ്ത് തീ കെടുത്താനുള്ള സെറ്റപ്പ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, എല്ലാ സ്ഥലത്തും കാർ സ്ലോട്ടുകൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. അത് കണ്ടില്ലേ, നല്ല കോമ്പൗണ്ടാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. ഇന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നല്ലൊരു മഴക്കോള് കണ്ടു, ഒരു മഴയൊക്കെ കിട്ടിയായിരുന്നു ചെറുതായിട്ട്. ഇത്തവണ എന്തായാലും മഴയൊന്നുമില്ല, പക്ഷെ ക്ലൈമറ്റ് നല്ലതാണ്. അത് കണ്ടില്ലേ, കാറൊക്കെ ഒരു ലോഡ് കാറ് ഇട്ടിട്ടുണ്ട് ഓരോ കോമ്പൗണ്ടിലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ബാക്കി നമുക്ക് കുറച്ച് കാണാം. ഞാൻ എന്തായാലും വീട്ടിൽ തിരിച്ചെത്താറ്. ഓക്കെ, ബൈ. ഇനി കാണുന്നവരിക്കും ഇനിയും സന്ധിക്കുവരും സന്ധിക്കുന്നൊക്കെ പോയി. ഇനിയും കാണുന്നവർക്കും വണക്കം, നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ സൂരജ് സുരേഷ്.